ഹായ് എല്ലാവർക്കും നമസ്കാരം. അച്ഛാ, നമ്മുടെയൊക്കെ റിട്ടയർമെന്റ് ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപാട് കാലത്തെ അധ്വാനത്തിന് ശേഷം സ്വസ്ഥമായി ജീവിക്കാൻ നമ്മൾ മാറ്റിവെക്കുന്ന പണം, ആ പണം തന്നെ നമ്മുടെ ഭാവി അപകടത്തിലാക്കുകയാണെങ്കിലോ? കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം. നിങ്ങൾ സേഫ് ആണെന്ന് കരുതുന്ന ആ റിട്ടയർമെന്റ് പ്ലാൻ, അത് ശരിക്കും എത്രത്തോളം സുരക്ഷിതമാണ്? ഈ ഒരു വിശകലനം കഴിയുമ്പോഴേക്കും ഒരുപക്ഷേ നിങ്ങളുടെ ധാരണകൾ തന്നെ മാറിയേക്കാം. നമുക്ക് നോക്കാം. തുടങ്ങുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ പഴയ രീതിയിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നമ്മുടെ അച്ഛനമ്മമാരും അവരുടെയൊക്കെ അച്ഛനമ്മമാരും പതിറ്റാണ്ടുകളായി പിന്തുടർന്നു പോന്ന ആ ഒരു റിട്ടയർമെന്റ് നിയമപുസ്തകമുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതെ, ഇതാണ് ആ സുവർണ നിയമം. ഒരുപാട് കാലമായി നമ്മളെല്ലാം കേട്ട് ശീലിച്ചതും ഇതുതന്നെയാ. കയ്യിലുള്ള പണം ബാങ്ക് എഫ്.ഡിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സ്കീമിലോ ഇടുക. കൃത്യമായ വരുമാനം കിട്ടും, നമ്മുടെ മുതൽ നഷ്ടപ്പെടില്ല. അന്നത്തെ കാലത്ത് അതൊരു നല്ല ഐഡിയ ആയിരുന്നു. പക്ഷേ കാലം മാറി, കഥയും മാറി. ഇന്ന് ഈ സുരക്ഷ എന്ന് പറയുന്നത് ഒരു കെണിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ ഫിക്സ്ഡ് ഇൻകം ട്രാപ്പ്, അല്ലെങ്കിൽ ഈ കെണി? സ്ഥിര വരുമാനമെന്ന് ഉറപ്പിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അപകടങ്ങൾ നമുക്കൊന്ന് തുറന്നു പരിശോധിക്കാം. നിങ്ങൾ ഫിക്സഡ് ഇൻകത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ ഒരു 5 പ്രധാനപ്പെട്ട റിസ്കുകൾ നിങ്ങൾ അറിയാതെ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. ഒന്നാമത്തേത് പണപ്പെരുപ്പം, അതായത് നമ്മുടെ പണത്തിന്റെ വില ഇല്ലാതാക്കുന്ന ആ സംഭവം. പിന്നെ പുനർനിക്ഷേപ സാധ്യത, അതായത് പലിശ കുറഞ്ഞാൽ എന്തു ചെയ്യുമെന്നുള്ള പ്രശ്നം. അതുപോലെ സർക്കാർ പദ്ധതികളിലെ പരിധികൾ, പെൻഷനും ആന്യൂറ്റിക്കുമുള്ള ചില പരിമിതികൾ, പിന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ടാക്സിന്റെ കാര്യങ്ങൾ. ഇതിലെല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ട ആദ്യത്തെ 2 കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇതിലെ ഏറ്റവും വലിയ വില്ലൻ, അല്ലെങ്കിൽ നിശബ്ദനായ കൊലയാളി എന്ന് തന്നെ പറയാം, അതാണ് പണപ്പെരുപ്പം. സംഭവം സിമ്പിളാണ്. നിങ്ങളുടെ പണത്തിന്റെ വാങ്ങൽ ശേഷി അത് കുറച്ചുകൊണ്ടേയിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ ഒരു 7% പണപ്പെരുപ്പം വെച്ച് കണക്കാക്കിയാൽ 10 വർഷം കഴിയുമ്പോൾ ഇതേ സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് ഏകദേശം 2 ലക്ഷം രൂപ വേണ്ടിവരും. അപ്പോൾ നോക്കിക്കേ, നിങ്ങളുടെ എഫ്.ഡിയിൽ നിന്നുള്ള പലിശ അവിടെ തന്നെ നിൽക്കുമ്പോൾ സാധനങ്ങളുടെ വില ഇരട്ടിയായി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന വളർച്ച നമ്മുടെ നിക്ഷേപങ്ങൾക്ക് വേണമെന്ന്. ഇനി അടുത്തൊരു അപകടം, അതിനെയാണ് നമ്മൾ പുനർനിക്ഷേപ സാധ്യത എന്ന് പറയുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് 5 വർഷം കഴിഞ്ഞ് കാലാവധി പൂർത്തിയാകുന്നു. നിങ്ങൾ ആ പണം വീണ്ടും നിക്ഷേപിക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ അന്നത്തെ പലിശ നിരക്ക് ഇന്നത്തേതിലും വളരെ കുറവാണെങ്കിലോ നിങ്ങളുടെ വരുമാനം ഒറ്റയടിക്ക് താഴോട്ട് പോകും, അല്ലേ? ഇത് നമ്മുടെ റിട്ടയർമെന്റ് കാലത്തെ ബഡ്ജറ്റിനെ മുഴുവനായി താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരി, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കും? ഒരു പരിഹാരം വേണ്ടേ? അവിടെയാണ് നമ്മുടെ നിക്ഷേപങ്ങൾക്ക് ഒരു ഗ്രോത്ത് എഞ്ചിൻ, അഥവാ ഒരു വളർച്ചയുടെ എഞ്ചിൻ ആവശ്യമായി വരുന്നത്. ആ എഞ്ചിനാണ് ഇക്വിറ്റി. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാര്യം വ്യക്തമാകും. ഫിക്സഡ് ഇൻകത്തിന്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ മുതൽ, അതായത് ക്യാപിറ്റൽ, സംരക്ഷിക്കുക എന്നതാണ്. എന്നാൽ ഇക്വിറ്റിയുടെ ലക്ഷ്യം ആ ക്യാപിറ്റലിനെ വളർത്തുക എന്നതാണ്. ഫിക്സഡ് ഇൻകത്തിൽ വരുമാനം നമുക്ക് പ്രവചിക്കാൻ പറ്റും, പക്ഷേ അത് കുറവായിരിക്കും. ഇക്വിറ്റിയിൽ വരുമാനം ചിലപ്പോൾ കൂടും കുറയും, പക്ഷെ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ ഉയർന്ന വരുമാനം തരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായി പണപ്പെരുപ്പത്തെ മറികടക്കാനുള്ള കഴിവ് ചരിത്രപരമായി നോക്കിയാൽ ഇക്വിറ്റിക്കുണ്ട്. പിന്നെ എപ്പോൾ വേണമെങ്കിലും വിറ്റ് പണമാക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇപ്പം നമ്മൾ കുറേ തിയറിയൊക്കെ പറഞ്ഞു, അല്ലേ? ഇത് ശരിക്കും പ്രായോഗികമായി മനസ്സിലാക്കാൻ നമുക്ക് 3 ആളുകളുടെ കഥ കേൾക്കാം. 3 വ്യത്യസ്ത നിക്ഷേപകർ. അവരുടെ തീരുമാനങ്ങൾ അവരുടെ റിട്ടയർമെന്റ് ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നേരിട്ട് കാണാം. ഇവിടെ നോക്കൂ, 3 പേരുടെ കഥ, 3 വ്യത്യസ്ത ഫലങ്ങൾ. ആദ്യം ശ്രീ ശർമ്മ. അദ്ദേഹം പൂർണ്ണമായും ഫിക്സ്ഡ് ഇൻകത്തിൽ, അതായത് എഫ്.ഡിയിലും സീനിയർ സിറ്റിസൺ സ്കീമിലുമൊക്കെയാണ് നിക്ഷേപിച്ചത്. ഫലമെന്തായി? പണപ്പെരുപ്പം കാരണം അദ്ദേഹത്തിന് ജീവിത ചെലവ് താങ്ങാൻ പറ്റാതായി. ഇനി ശ്രീ വർമ്മയെ നോക്കൂ. അദ്ദേഹം ഫിക്സ്ഡ് ഇൻകത്തിന്റെ കൂടെ കുറച്ച് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിച്ചു. അതോടെ അദ്ദേഹത്തിന് പണപ്പെരുപ്പത്തെ മറികടക്കാനും പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നടത്താനും കുടുംബത്തെ സഹായിക്കാനും പറ്റി. അവസാനമായി ശ്രീ അയ്യർ. അദ്ദേഹം കുറച്ചുകൂടി സ്മാർട്ടായി നിക്ഷേപിച്ചു. ഇക്വിറ്റി, ബോണ്ട്, NCD, അങ്ങനെ പലതിലായിട്ട്. അദ്ദേഹത്തിന് റിസ്ക് കുറച്ച് നല്ല വരുമാനം നേടാനും അന്തസ്സായി ജീവിക്കാനും ഭാവി തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കാനും സാധിച്ചു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഒരിടത്ത് മാത്രം ഒതുങ്ങരുത്, ശരിയായൊരു മിക്സ് കണ്ടെത്താം. ഓക്കേ, അപ്പോൾ ഈ കഥകളിൽ നിന്നൊക്കെയുള്ള പാഠം നമ്മൾ പഠിച്ചു. ഇനി ഈ പാഠങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്കായിട്ട് ഒരു സുരക്ഷിതമായ ഭാവി ഉണ്ടാക്കാം എന്ന് നോക്കാം. റെഡിയല്ലേ? ഈ ചിത്രം ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ ആശയം മുഴുവൻ പറയുന്നുണ്ട്. ഇവിടെ സുരക്ഷയോ വളർച്ചയോ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കലല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് ഫിക്സ്ഡ് ഇൻകത്തിന്റെ സ്ഥിരതയും ഇക്വിറ്റിയുടെ വളർച്ചയും,
ഇവ രണ്ടും കൂടി ഒരുമിപ്പിച്ച് ഒരു സന്തുലിതമായ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതെങ്ങനെ തുടങ്ങും എന്ന്. അതിനുള്ള വഴികാട്ടി വെറും 3 സിമ്പിൾ സ്റ്റെപ്പുകൾ. ഒന്നാമതായി, നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷി എത്രയാണെന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. എല്ലാവർക്കും ഒരേപോലെ റിസ്ക് എടുക്കാൻ പറ്റില്ല. രണ്ടാമതായി, നിങ്ങളുടെ നിക്ഷേപം പലതായി വിഭജിക്കുക. കുറച്ച് ഓഹരി, കുറച്ച് ബോണ്ട്, കുറച്ച് സ്വർണം, അങ്ങനെ. ഇതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നിങ്ങൾക്ക് ഇതിലൊന്നും വലിയ ധാരണയില്ലെങ്കിൽ തീർച്ചയായും യോഗ്യനായ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക. അത് വളരെ പ്രധാനമാണ്. അവസാനമായി ഈയൊരു ചിന്തയോടുകൂടി നമുക്ക് നിർത്താം. വിരമിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചുരുക്കി ജീവിക്കാനുള്ളൊരു കാലഘട്ടമല്ല, മറിച്ച് നന്നായി പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതം ആസ്വദിക്കാനുള്ള സമയമാണ്. ഓർക്കുക, നിങ്ങളുടെ സാമ്പത്തിക ഭാവി മറ്റാരുടെയും കയ്യിലല്ല, നിങ്ങളുടെ മാത്രം കയ്യിലാണ്. അതുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക, സന്തോഷമായി ജീവിക്കുക.